അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ കാവേച്ചി ആയിരുന്നില്ല ശാലിനിനെ ആയിരുന്നു ആദ്യം പരിഗണിച്ച എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ കുത്തിപ്പോക്കുന്നുണ്ട്. ആദ്യം ശരിക്കും മീനത്ത് തലയെട്ടില് ശാലിനിയായിരുന്നു. മീനത്തിൽ താലികെട്ടില്ല അല്ലേ? ആ സമയത്ത് മീനത്ത് തലയെട്ടും നക്ഷത്ര താരാട്ടും ഞാൻ രണ്ടും കമ്മിറ്റ് ചെയ്ത പടങ്ങളായിരുന്നു. അപ്പം ആ സമയത്ത് മീനത്തി താലികെട്ട് കഴിഞ്ഞിട്ട് നക്ഷത്ര ആ പടം ചെയ്യാന്നുള്ള സംഭവം വന്നപ്പോഴാണ് പെട്ടെന്ന് അവർ പിന്നെ അത് ചാക്കോച്ചനാണ് ആ വേഷം ചെയ്തതല്ല. ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനത്താലിയായിട്ട് നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നത് ആ സമയത്ത് എനിക്കന്ന് ആദ്യം നമ്മൾ ആ ടീം സംസാരിച്ചത് മഞ്ജുവിനോടായിരുന്നു സംശയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ശാലിനിയാണ് ഫിക്സ് ആ ഒരു സംസാരമായത്. പക്ഷെ അപ്പോഴേക്കും പിന്നെ നിറമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ, അപ്പോൾ പിന്നെ ആ കോമ്പിനേഷനിലേക്ക് ഇതായിട്ട് പിന്നെ അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ വെച്ചാൽ ഈ പുഴയും കിടന്നിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു തോന്നുന്നു ഈ പടം നക്ഷത്ര താരാട്ടല്ല ആ പടം തിലകൻ ചേട്ടന്. ആ അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാരണം എൻ്റെ അടുത്ത് അതിൻ്റെ ആ ത്രെഡ് ആദ്യം എന്ന് പറയുന്നത് മീശമാധവൻ്റെ പ്രൊഡ്യൂസറായ സുധീഷാണ്. നമ്മൾ മക്കളെയൊക്കെ അല്ലേ ദത്തെടുക്കുക, അച്ഛനമ്മേനെ ദത്തെടുക്കുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും പിന്നെ അതിനെ ബേസ് ചെയ്ത് വേറെ ആൾ കഥ പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു തോട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്.